ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഞെട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പുഡിങ് ലവേഴ്സ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യും കൂടി വേണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാട്ടോ എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസിനുള്ള പ്രചോദനം. അപ്പോൾ കട്ടയ്ക്കൊന്ന് കൂടെ നിൽക്കണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മിൽക്ക് വേണമെങ്കിലും എടുക്കാം, എന്നാൽ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി 250 ml കപ്പിൽ 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രഷ് ക്രീം നല്ല കട്ടിയായിരിക്കും, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നും കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരുവേ. ഇനി ഇതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പാൽ എന്തായാലും ചൂടായിട്ട് വരുമ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. ഇനി മധുരത്തിന് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മധുരം ഓരോരുത്തരും ഇഷ്ടമാണ്, എന്നാലും ഈ ഒരു മെഷർമെൻറ്റിന് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ധാരാളമാണ്. കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാം മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ അരിച്ചൊഴിക്കാം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പുഡിംഗ് ട്രേയിലൊന്നും അല്ല കേട്ടോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് വലിയൊരു സ്റ്റീൽ പാത്രത്തിലാണ്. പുഡിംഗ് ട്രേ ഇല്ലാത്തവർക്കും പുഡിംഗ് ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സ്ട്രോബെറി ക്രഷ് തന്നെ ഒഴിക്കണമെന്നില്ല. ഇനി പൈനാപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ക്രഷാണോ അതെടുക്കാം. ഇല്ലെങ്കിൽ ജാം ആയാലും കുറച്ച് നല്ല സ്മൂത്തായിട്ട് എടുത്തതിന് ശേഷം അതായാലും മതി കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു സ്ട്രോബെറി ക്രഷ് ആക്കി കഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രോബെറി ക്രഷ് ആട്ടോ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാതള നാരങ്ങ ഉണ്ടല്ലോ, അനാറ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അനാറ് തന്നെ ഇടണമെന്നില്ല, മാംഗോയോ പൈനാപ്പിളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഈ ക്രഷും കൂടെ മാറ്റം വരുത്തണം കേട്ടോ. സ്ട്രോബെറിയുടെ കൂടെ പൈനാപ്പിളൊന്നും ഇട്ട് അത്ര സെറ്റ് ആവത്തില്ല. പൈനാപ്പിൾ ക്രഷോ അല്ലെങ്കിൽ മാംഗോ ക്രഷോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ മുകളിലിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ മാതള നാരങ്ങ ഇടുമ്പോഴാട്ടോ. ആ മിൽക്ക് പുഡിങ്ങും ഈ മാതള നാരങ്ങ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 30 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നല്ലപോലെ തണുപ്പിച്ചെടുക്കുമ്പോഴാട്ടോ ആ ഒരു ടേസ്റ്റ് കഴിക്കാനൊരു രസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, വായിൽ വെച്ചാൽ അങ്ങ് മെൽറ്റായി പോകും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ മെല്ലെ നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. അപ്പോൾ അത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ.